എൻ്റെ പേര് ബിന്ദു. ഞാൻ നെയ്യാറ്റിൻകര രൂപതയിലെ ക്രൈസ്റ്റ് നഗർ ഇടവക അംഗമാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഈ ശൂബ് ഗ്രൂപ്പിലേക്ക് വരുന്നത്. ശൂബ് ഗ്രൂപ്പിലേക്ക് വരുമ്പോൾ ഞാൻ വിചാരിച്ചിരുന്നത് ഇത് വൈദികരോ അല്ലെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട സാറന്മാർ ക്ലാസ് എടുക്കും എന്നുള്ള ഒരു രീതിയായിരുന്നു. അപ്പൊ എല്ലാ ആഴ്ചയും ക്ലാസ് ആയിരിക്കും, അതിങ്ങനെ കേട്ട് പകർത്തി എഴുതിയാൽ മതി എന്നാവും വിചാരിച്ചത്. പക്ഷെ ക്ലാസ്സിനോടൊപ്പം നമ്മളെ സബ് ഗ്രൂപ്പുകളായിട്ട് തിരിക്കുകയും അതിന് തിരിച്ച് ആ ഗ്രൂപ്പ് ഇങ്ങനെ കൂടുമ്പോൾ അതിൽ ആഴമായി എല്ലാ അംഗങ്ങളെയും പരിചയപ്പെടുവാനും അവരുമായിട്ട് കൂടുതൽ സംസാരിക്കുവാനും, അപ്പൊ ആ ഗ്രൂപ്പിലേക്ക് എന്നെ ലീഡറായിട്ട് തിരഞ്ഞെടുക്കുകയും ചെയ്തു. അപ്പൊ ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത്, എനിക്ക് അറിഞ്ഞുകൂടാ എന്ന് പറയുകയും, പക്ഷെ അത് മാണിച്ചേട്ടൻ ഉടനെ പറഞ്ഞത് ദൈവവിളിയാണ്, അങ്ങനെ ഞാൻ സമ്മതിക്കുകയും ചെയ്തു. പക്ഷെ അതെനിക്കൊരു നല്ല ഒരു അനുഭവമായിരുന്നു. ലീഡർഷിപ്പ് ക്വാളിറ്റിയിലേക്ക് വളർന്നു വരുവാനും അറിഞ്ഞൂടാത്ത കാര്യങ്ങൾ സ്വയം ചെയ്ത്, അതായത് ഗ്രൂപ്പ് ഇടാനൊന്നും എനിക്ക് അറിഞ്ഞൂടായിരുന്നു. അത് ഞാൻ ഇങ്ങനെ ചോദിച്ച് പഠിച്ച് മനസ്സിലാക്കി അതൊക്കെ കൃത്യമായിട്ട് ചെയ്യുവാനും, പിന്നെ ആ ഗ്രൂപ്പിനെ നയിച്ചുകൊണ്ട് പോകാനും എല്ലാ അംഗങ്ങളും വിളിച്ച് സംസാരിച്ച് എനിക്ക് കാര്യങ്ങളെല്ലാം പറഞ്ഞു തന്നു. അങ്ങനെ അതൊക്കെ ധൈര്യപൂർവ്വം കൊണ്ടുപോകാൻ എനിക്ക് സാധിച്ചു. എല്ലാവരുമായിട്ട് പ്രാർത്ഥന ഷെയറിംഗ് ഉണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ എൻ്റെ ജീവിതത്തിൽ നല്ലൊരു അനുഭവമായിരുന്നു. കൂടാതെ ഞാൻ മതബോധന HM ആയിട്ടാണ് ഈ വർഷം തിരഞ്ഞെടുത്തത്. അപ്പൊ അതിനൊക്കെ എനിക്കൊരു നല്ല ഒരു ധൈര്യപൂർവ്വം കാര്യങ്ങൾ നേരിടുവാനും ഈ ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി എന്നെ വളരെയധികം അവിടെയൊക്കെ സഹായിച്ചു. അതുപോലെ ഞാൻ ജയിലിലെ ടീച്ചറായിട്ടാണ് ജോലി ചെയ്യുന്നത്. അപ്പൊ അവർക്ക് ഈ ഞാൻ ഇപ്പൊ ആദ്യമായിട്ടാണ് ഇങ്ങനെ വചനം പങ്കുവയ്ക്കുന്നതും, അപ്പൊ അങ്ങനെ വചനത്തിൽ കൂടുതൽ വളരുവാനും അവിടെ എൻ്റെ അനുദിന മേഖലകളിലെല്ലാം ദൈവത്തെ കൂടുതൽ കൊടുക്കുവാൻ എനിക്ക് സാധിച്ചു. പിന്നെ ദൈവരാജ്യം തുടങ്ങി ഇന്ന് കുടുംബം വരെയുള്ള ക്ലാസ്സുകളിലൂടെ കടന്നുപോയപ്പോൾ എൻ്റെ മനസ്സിലൂടെ കടന്നുപോയൊരു ചിന്ത, ഇന്നത്തെ കുടുംബം അല്ലേ ആദ്യം നമുക്ക് തരേണ്ടിയിരുന്നത് എന്നൊരു അതെന്റെ മനസ്സിൽ ഇപ്പൊ ഇങ്ങനെ കടന്നുപോയൊരു ചിന്തയാണ്. ഈ കുടുംബം അല്ലെ, കുടുംബത്തെ കുറിച്ച് നമുക്ക് ആദ്യം ക്ലാസ് കിട്ടി, അത് കഴിഞ്ഞു അവസാനമല്ലേ ദൈവരാജ്യം ആയിരുന്നു എങ്കിലെന്ന് എൻ്റെ മനസ്സിലൂടെ ഇങ്ങനെ കടന്നുപോയി. അപ്പൊ നല്ല ക്ലാസ്സുകളായിരുന്നു, 10 ക്ലാസ്സും മനോഹരമായ ക്ലാസ്സുകളായിരുന്നു. കൂടുതൽ ആഴത്തിൽ വചനം പഠിക്കുവാനും അത് മറ്റുള്ളവർക്ക്, അതായത് കുഞ്ഞുങ്ങൾക്ക് ആ ഹോളി ഫാമിലി പ്രാർത്ഥന നല്ലൊരു പ്രാർത്ഥനയാണ്. അത് ആ പ്രാർത്ഥന എൻ്റെ കുടുംബത്തിലെ കുഞ്ഞുങ്ങൾക്കും മതബോധന കുട്ടികൾക്കും ഒക്കെ പറഞ്ഞു കൊടുക്കുവാനൊക്കെ സാധിച്ചു. അങ്ങനെ ഈ ശൂബിലേക്ക് എന്നെ ക്ഷണിച്ച, എന്നെ തിരഞ്ഞെടുത്ത എല്ലാ അംഗങ്ങൾക്കും നന്ദി പറയുന്നു. ദൈവത്തിന് 1000 നന്ദി അർപ്പിച്ചുകൊള്ളുന്നു. നന്ദി.